പ്രിയ സ്നേഹിതരെ, ഇത് നമ്മുടെ തേങ്കല്ലയിലെ ജോസഫ് ജോർജ് ജോയിച്ചേട്ടൻ എന്ന് വിളിക്കും. അദ്ദേഹം ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ജപ്തി നടപടികൾക്ക് വിധേയമായി. സ്വന്തം വീടും വസ്തുവകകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ജപ്തി ചെയ്തു. ഇപ്പോൾ അദ്ദേഹം താൽക്കാലികമായി ഒരു സഹോദരിയുടെ മോളുടെ വീട്ടിൽ താമസിച്ച് വരികയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2019 ഈ ജോയിച്ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വീതോഹരിയായി ഭാഗമായി ലഭിച്ച സ്ഥലമാണ് 60 സെൻറ്റ് ഭൂമി. ഇത് അവിടെ ഇപ്പം ST ഫണ്ട് ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് ഇവർക്കൊരു വീടും പണിത് കൊടുത്തിരുന്നു. പക്ഷേ ആ വീടിൻ്റെ പണിയൊന്നും ഭാഗ്യമായി മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. എന്നാൽ 2019 ഇവർ കേരള ബാങ്ക് ഇടുക്കി കഞ്ഞിക്കുഴി ബ്രാഞ്ചിൽ നിന്നും 4,80,000 രൂപ വായ്പ എടുത്തിരുന്നു. അപ്പോൾ ഏകദേശം അതിൽ മുൻ ഒരു ലോൺ എടുത്തതിൻ്റെ ബാധ്യത കുറച്ച് ബാക്കിയുള്ള പൈസയാണ് ഇവർക്ക് ലഭിച്ചത്. ഇത് എടുത്തതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മകൻ മലേഷ്യയിൽ പോകുന്നതിന് വേണ്ടി കുറച്ച് പൈസ അങ്ങനെയാണ് ഈ ലോൺ എടുക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ഈ മോൻ മലേഷ്യയിൽ പോവുകയും ചെയ്തു. പക്ഷേ അവിടെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജോലി സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ ഈ ജോയിച്ചേട്ടന് അതിൻ്റെ ഇടയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖം വന്നതിനെ തുടർന്ന് കോതമംഗലം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് ഡോക്ടർ കണ്ടെത്തുകയും അതനുസരിച്ച് മെഡിസിന് മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഈ പ്രായാധിക്യം 71 വയസ്സൊക്കെ ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റേച്ചലും രോഗിയാണ്. ഇതേക്കൊണ്ട് ഈ മരുന്നിനും മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. 1,600 രൂപ പെൻഷൻ കിട്ടുന്നത്, വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നത് മാത്രമേ വീടിന് വരുമാനമുള്ളൂ. സ്ഥലമുണ്ടെങ്കിലും തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബാങ്കിലേക്കുള്ള പൈസ തിരിച്ചടയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഇവരുടെ മകൻ, ഞാൻ പറഞ്ഞല്ലോ, മലേഷ്യയിൽ പോയിട്ട് അവൻ തിരിച്ചു വന്നു, പണിയൊന്നും ഇല്ലാണ്ട് വന്നു. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായതാണ്. അവൻ കണ്ണൂർ പോയി അവിടെ ഒരു ഷോപ്പിൽ നിന്നു. ആ സമയത്ത് മകൻ്റെ വിവാഹം കഴിഞ്ഞു. അവൻ്റെ കുടുംബമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഇവർക്ക് രണ്ടുപേർക്ക് ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ 2025 ജനുവരി മാസത്തിൽ ഇവരുടെ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്ത് ഇവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു ആക്ഷൻ കൗൺസിൽ ഫെബ്രുവരി മാസത്തിൽ 2005 ഫെബ്രുവരി മാസത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ഈ കാര്യം ഇവരെ പട്ടിക വർഗ മലയോര വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. അതിൽ വാർഡ് മെമ്പറുണ്ട്. അതുപോലെ തന്നെ CSIEC കേരള മഹായിടവക ദളിത് ആദിവാസി ബോർഡിൻ്റെ സെക്രട്ടറി വിൻസെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മലയോര സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഞാനും എൻ്റെ കൺവീനറായിട്ട് അങ്ങനെ ഒരു 11 അംഗ കമ്മിറ്റി രൂപീകരിച്ച് ഇതിൽ ഈ വിവരം നമ്മൾ അറിയിക്കുകയും അതനുസരിച്ച് പലരിൽ നിന്ന് ഈ പൈസ കളക്ട് ചെയ്ത് ഇവരെ സഹായിക്കുന്നതിനുള്ള ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് എടുത്ത മുതൽ പലിശ, പിഴപ്പലിശ, ബാങ്കിൻ്റെ നടപടിക്രമമൊക്കെ കൂടി ഒരു 9 ലക്ഷം രൂപയോളം ഇതിനാകെ ബാങ്കിലേക്ക് അടയ്ക്കണം. പക്ഷേ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലെത്തി ജനറൽ മാനേജരോടും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രാറും ഒക്കെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നൊക്കെ അവർ കിഴിവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 29-ാം തീയതിക്ക് മുമ്പായി 5.25 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇങ്ങനെയൊരു ജനങ്ങളിൽ നിന്ന് നമ്മളൊരു സംഭാവനയൊക്കെ സ്വീകരിച്ചുകൊണ്ട് 1.5 ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 4 ലക്ഷം രൂപ നമ്മൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കുറച്ചൊരു ദിവസം മാത്രമേ ഉള്ളൂ, ഏതാനും ദിവസങ്ങൾ മാത്രം. അതായത് 2025 മാർച്ച് 29 മുമ്പായി ഈ മുഴുവൻ പൈസയും അടച്ചു കഴിഞ്ഞാലും ബാങ്കിൽ അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കിഴിവ് ലഭിക്കുകയുള്ളൂ. അതിനായിട്ടിപ്പം നമ്മുടെ എല്ലാ ആളുകളോടും ജാതി മത ഭേദമന്യേ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ഉദ്യമത്തിൽ നിങ്ങൾ പങ്കാളികളാകണം, സഹകരിക്കണം. ബാങ്ക് വായ്പ മൂലം
അതിൻ്റെ ജപ്തി നടപടികൾ മൂലം ദുരിതമനുഭവിക്കുന്ന വളരെ ഒരു ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന വാർദ്ധക്യത്തിലുമാകുന്ന ഈ രണ്ടുപേരെയും പിന്നെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന് ഈ സമയത്ത്. അപ്പോൾ ഈ കടബാധ്യത മൂലം ക്ലേശിക്കുന്ന ഈ തേങ്കലേൽ ഫാമിലിയെ, ജോസഫ് ചേട്ടൻ്റെ കുടുംബത്തെ അതിൽ നിന്ന് കരകയറ്റാൻ സാധിക്കുമോ എന്നുള്ളതിനെപ്പറ്റി അതിനെപ്പറ്റി നമ്മുടെ കീരിത്തോട്ടിൽ വരികയും ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്ഷൻ കൗൺസിലൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി സഹായിച്ചത് നമ്മുടെ മുൻ ഓവർസീസ് ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് ജനറൽ മാനേജറായിരുന്ന നോയൽ പി ശൗമേൽ എന്നുള്ള സാറാണ്. ആ സാറിൻ്റെയും കൂടി എല്ലാ പ്രവർത്തനങ്ങളിലും സാർ ആദ്യം മുതൽ നമ്മളോട് സഹകരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ രാജു സാറ് ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുവാണ്. അപ്പം വന്നിരിക്കുന്ന ഒരു അപ്പച്ചൻ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പച്ച പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിളിക്കുന്നത് ജോയി. ജോയി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓ ശരി. വീട്ടുപേരെന്ത് പറയും? വീട്ടിൽ തേങ്കലേൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് നമ്മളിവിടെ വരാൻ, രാജ് സാർ ഇവിടെ നമ്മളൊക്കെ വരാൻ കാരണം എന്താണെന്നുള്ളത് ഒന്ന് പറയുവാണ്. ഞാൻ തേങ്കലേൽ ജോസഫ് ജോർജ് എന്ന് പറയും. വിളിക്കുന്ന പേര് ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടൻ്റെ ഭാര്യയുടെ പേരാണ് റേച്ചൽ, മകൻ്റെ പേര് ബിജു. അപ്പോൾ ഇവരുടെ ഈ ജോയിച്ചേട്ടൻ്റെ ഭാര്യയുടെ പേരിൽ 60 സെൻറ്റ് ഭൂമി, ആ സ്ഥലം കേരള ബാങ്ക് കഞ്ഞിക്കുഴി ശാഖയിൽ പണയം വെച്ചിട്ട് ഇവർ 2019 4,80,000 രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഇത്രയും പൈസ എടുത്തു. അതിനകത്ത് കുറച്ച് രൂപ പെരപ്പണിക്കായിട്ട്, മെയിൻ്റനൻസ് പണിക്കായിട്ട് എടുത്തു. ബാക്കി കുറേ എനിക്ക് സീരിയസ് അന്നേരം അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ അറ്റാക്ക് ഉണ്ടായി 2 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി. 2 പ്രാവശ്യം ആശുപത്രിയിൽ പോയി. അതിന് ഒത്തിരി കാശ് ചിലവായി. അത് ഈ പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പൈസ ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയി. ഏത് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ്? പിന്നെ കോതമംഗലം ധർമ്മഗിരിയിൽ. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ? ഇപ്പോൾ അത് 8 വർഷം 10 വർഷമൊക്കെ അടുത്തായി. അപ്പോൾ ഈ ലോൺ എടുത്ത സമയം ഏത് വർഷമായിരുന്നു? 2019 എന്നാണ് കാണിച്ചേക്കുന്നത്. ആദ്യം ലോൺ ഉണ്ടായിരുന്നു ഈ കേരള ബാങ്കിൽ തന്നെ. അത് പുതുക്കി വെച്ചതാണ്. 2019 പുതുക്കി വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ലോണിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന എമൗണ്ട് 1,00,000 രൂപ അത് തിരിച്ച് ബാങ്കിലേക്ക് കൊടുത്തു. 1,70,000 രൂപ കൊടുത്തു. 1,80 കൂട്ടിക്കോ. അത് കഴിഞ്ഞ് 3,00,000 രൂപയായിട്ടാണ് കിട്ടിയത് അല്ലേ? 3,00,000. അത് ഈ പൈസയിൽ നിന്നാണ് ഈ 1,70,000 രൂപ അടയ്ക്കുന്നത്. അപ്പോൾ അന്ന് ലോൺ എടുത്തിട്ട് നമുക്ക് എന്താ സംഭവിച്ചത്? ഈ ലോൺ എടുത്തിട്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വന്നത്? തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വന്ന് ഇങ്ങനെ എനിക്ക് അസുഖമായി. ഇങ്ങനെ ഈ പെരപണിയെല്ലാം നടന്നു. പിന്നെ അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ദൂരത്തടിച്ചെന്ന് പറയുന്നതിന് അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ദൂരത്തടിച്ചിട്ടില്ല സാറേ. ആരോ പറയുന്നുണ്ട് ഇവൻ ഇത് കൊണ്ട് ദൂരത്തടിച്ചെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. ദൂരത്തടിച്ചിട്ടില്ല. എന്തിനൊക്കെയാണ് ചിലവാക്കിയത്? ഞങ്ങൾ പെരപണിക്ക് ഇതിനൊക്കെയാണ് കൂടുതൽ. പിന്നെ പല രീതിയിൽ ചിലവായത്. ഈ ആശുപത്രി കേസിനാന്ന് അപ്പച്ചൻ പറഞ്ഞു അല്ല, അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ ഈ പെരപണി 2 ലക്ഷം രൂപ എടുത്താൽ അതിൻ്റെ പണിയായി. എന്നിട്ട് അത് പൂർത്തീകരണം ആയില്ല. അങ്ങനെയൊക്കെ. മക്കൾ എത്ര പേരുണ്ട്? ഒരാൾ എന്ത് ചെയ്യുന്നു? പുള്ളി ബ്യൂട്ടീഷ്യനാണ്. പെരുമ്പാവൂർ അവിടെ ജോലി ചെയ്യുന്നു. പുള്ളിയെ കൊണ്ടും സഹായിക്കാനൊന്നും പറ്റത്തില്ല, അടയ്ക്കാനൊന്നും പറ്റില്ല. പുള്ളിയുടെ സഹായം ചെന്നാൽ ഒരു കൊച്ചു പഠിക്കുന്നുണ്ട്. കൊച്ചു പഠിക്കുന്ന കണ്ണൂരാണ്. അപ്പോൾ ആ പുള്ളിയുടെ പഠനത്തിനുള്ള പൈസ എല്ലാം ഇപ്പം കൊടുക്കണം. പിന്നെ അവന് കുറച്ച് കടം അവിടെ ആയിരുന്നു ഇപ്പം ഉണ്ടായിരുന്നു. കണ്ണൂരായപ്പോഴത്തേനും ഇവന് കുറച്ച് കടം 2 ലക്ഷം രൂപയുടെ കടം വന്നു. അവന് അവിടെ കടം വന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ കടം വന്നത് ഈ ഭാര്യയുടെ കൊടുക്കാൻ വയ്യ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഭാര്യയുടെ കുറേ സ്വർണ്ണമൊക്കെ അവൻ പണയം സ്വർണം പണയം വെക്കുകയും പിന്നെ പുള്ളി സ്വന്തമായിട്ട് ഷോപ്പൊക്കെ തുടങ്ങിയായിരുന്നു അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്ത് പുള്ളിയുടെ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ചിലവാക്കിയത് അല്ലേ? അങ്ങനെയാണ് ആ കടം വന്നത്. ആ കടം വന്നത് അവിടെ കടം വന്നത് അങ്ങനെയാണ്. ഇതിനകത്ത് പിന്നെ വാടക കൊടുക്കണം. അങ്ങനെ ഒരു ചെലവ് കഴിയണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടെ പണി കുറവ് വന്നു. അങ്ങനെയൊക്കെ. പിന്നെ മലേഷ്യ പോകാനാണ് ഈ പൈസ എടുത്തെന്ന് പറയുന്നതിൽ എന്താ കാര്യം?
മലേഷ്യ പോകാനായിട്ട് സാറേ മലേഷ്യ പോകാനല്ല പൈസ എടുത്തത്. മലേഷ്യ പോയിട്ട് വന്നേച്ച് ഇവര് ഈ കാനഡയ്ക്ക് പോകാനായി പൈസ എടുക്കുന്നത്. കാനഡയ്ക്ക് പോകാൻ കാനഡയ്ക്ക് പോകാനായി പൈസ എടുക്കുന്നത്. അപ്പം പൈസ എടുത്തത് കൊച്ചു പറഞ്ഞല്ലോ 60,000 രൂപയാ കൊടുത്തോളുന്ന. അത് ആർക്കാ കൊടുത്തെന്ന് അറിയാം? ആരായിരുന്നു ഏജന്റ്? അതിന്റെ ഏജന്റ് ഇപ്പം എങ്ങനെ ഏജന്റ് ആരാന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ ആളെ കണ്ടിട്ട് പോലും. 60,000 രൂപ കൊടുത്തു. 60,000 കൊടുത്തോളന്നാ പുള്ളി പറയുന്നത്. എന്നിട്ട് പോയില്ല, പോകാൻ ഇല്ലില്ല, പോയില്ല. അവര് 31 പേരുണ്ടായിരുന്നു പോകാൻ. ആരെയും കൊണ്ടുപോയില്ല. എല്ലാവരോടും പൈസകൾ വാങ്ങിച്ചു. അപ്പൊ ഈ മലേഷ്യ പോയായിരുന്നോ? മലേഷ്യ പോയിട്ട് വിസ അത് തട്ടിപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അവരെ പോയി ഈ ഏജന്റ് തന്നെ കൊണ്ടുവന്നു, പൈസ മുടക്കി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു. അപ്പോൾ പിന്നെ ഈ ബാങ്ക് പിന്നെ ജപ്തി നോട്ടീസ് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് ധാരാളം അറിയിപ്പുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഈ 4,80,000 രൂപ എടുത്തതിനകത്ത് ഒരു 10 പൈസ പോലും തിരിച്ചടച്ചില്ലെന്നാണ് ഇന്നത്തെ ബാങ്ക് മാനേജർ പറയുന്നത്. തിരിച്ചടയ്ക്കാനുള്ള അത് നമ്മുടെ ഒരു അനാസ്ഥയാണല്ലോ. അതെ, അതായിരിക്കും. തിരിച്ചടയ്ക്കാനുള്ള പൈസ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കത് തിരിച്ചടയ്ക്കാൻ പറയാനത്. പിന്നെ ഈ മരുന്ന് മേടിയതും ഞങ്ങൾ രണ്ടുപേരും ചിലപ്പം ഇന്നലെ വർക്കാപ്പുറത്ത് ആശുപത്രി പോയി 1,500 രൂപ ഇന്നലെ തന്നെ ചെലവായി ആശുപത്രി. ഇപ്പോഴാ എനിക്ക് പിന്നെ ഇച്ചിരി ഒരു അല്ലെങ്കിൽ ആഴ്ച എനിക്ക് അസുഖമായിരുന്നു. ആഴ്ചയിൽ ആശുപത്രിയിൽ പോകണമായിരുന്നു. മിക്കപ്പോഴും വൈകുന്നേരം വീട്ടിലാണല്ലേ, അങ്ങ് വൈകുന്നേരം ആശുപത്രിയിലാണ് ഞാൻ കണ്ടത്. അപ്പൊ ചികിത്സക്കായിട്ട് ഒത്തിരി പൈസ അങ്ങനെ ചെലവാകുന്നുണ്ട്. 1,500 രൂപയ്ക്ക് മുകളിൽ. അപ്പൊ ഇപ്പം ഈ ബിജു ഇപ്പം പെരുമ്പാവൂരാണോ? ഇപ്പൊ അവന് വരുമാനമുണ്ട് അല്ലേ? 10 പൈസ കിട്ടിയാൽ അന്നേരം പറയാമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് നമുക്ക് 10 ചട്ടി അന്നേരം വെള്ളമടിച്ച് കളയോ? വെള്ളമടിച്ച് കളയുവാണോ? അങ്ങനെ മദ്യപാനം പോകില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. അല്ല പറയുന്നത്. കാശ് സ്വന്തമായിട്ട് പൈസ മടക്കി മദ്യപിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ 2 സ്റ്റെപ്പ് പുറകോട്ട് വലിക്കുന്ന രീതിയിലാണ് നമ്മുടെ സമീപനം മൊത്തം ഉണ്ടാകുന്നത്. കേട്ടോ? അപ്പോൾ ഈ ഇപ്പം തന്നെയാണെങ്കിൽ നോയൽ സാറ് ഇടപെട്ടിട്ട് കുറച്ച് പൈസ അതായത് കഴിഞ്ഞ ദിവസം തരാമെന്ന് പറഞ്ഞ ആൾ വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പൈസ തരികയായിരുന്നു. കാരണം വെച്ചാൽ ഇവർ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ദൂർത്തടിച്ച് കളഞ്ഞതാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 5 പൈസ പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല സാറേ. അത് അങ്ങനെയാണ് ഇവരൊക്കെ പറയുന്നത്. അയൽവക്കംകാരൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞവരാരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ എല്ലാ നമ്മളിപ്പോൾ അടുത്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്, ദൂർത്തടിച്ചെന്നാണ്. കാര്യം ശരിയാ, മലേഷ്യക്ക് പോയത് അത് ശരിയാ. അത് ദൂർത്തടിച്ച് പോയതല്ല, മറ്റേതിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന്റെ ഭാവി കാര്യങ്ങളെല്ലാം വെച്ചാൽ ബാങ്ക് മാനേജർ 29-ാം തീയതിക്കുള്ളിൽ ഈ പൈസ 5,15 ലക്ഷം രൂപ കൊടുക്കണം. അത് 9,00,000 രൂപ പലിശയും പിഴപ്പലിശയും ബാങ്ക് നടപടികളെല്ലാം കൂടെ കൂട്ടി 9,00,000 രൂപ വരുന്ന സ്ഥലത്താണ് ഇന്നലെ നോയൽ സാറും നമ്മളെല്ലാം കൂടെ സംസാരിച്ചിട്ട് വരിക 5,15 ലക്ഷം 29-ാം തീയതിക്കുള്ളിൽ അടയ്ക്കണമെന്ന് പറയുന്നത്. അത്രയും ബാങ്ക് വിട്ടുവീഴ്ച ചെയ്തു. അപ്പോൾ ഇതിനു മുമ്പാണ്, കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യം തന്നെ ഇമെയിലായിട്ട് നോയൽ സാർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. കേട്ടോ? മുഖ്യമന്ത്രിയുടെ പരാതി നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ അയച്ചു കൊടുത്തു. മന്ത്രി വാസവൻ അയച്ചു കൊടുത്തു. മന്ത്രി വാസവൻ്റെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു. മന്ത്രി വാസവനെയും റോഷി അഗസ്റ്റിനെയും വി ഡി സതീശനെയും 3 ആളെയും കാണാൻ വേണ്ടി പോയതാണ്. അവിടെ നിന്ന് 3 ആളെയും കാണുകയും ചെയ്തു. വാസവൻ ഇല്ലാത്തതുകൊണ്ട് മന്ത്രി വാസവൻ്റെ PA യോട് ഈ കാര്യമെല്ലാം സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് മാക്സിമം നിങ്ങൾക്ക് പലിശയും പിഴപ്പലിശയും അങ്ങനത്തെ മാത്രമാണ് കുറച്ച് തരാൻ പറ്റുള്ളൂ. നിങ്ങൾ എടുത്ത പൈസ എന്തായാലും തിരിച്ചു കൊടുക്കുക തന്നെ വേണമെന്നാണ് ഞങ്ങളോടന്ന് പറഞ്ഞത്. കേട്ടോ? അത് വാഴത്തോപ്പിലെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഈ അന്ന് നമ്മൾ കൊടുത്ത അപേക്ഷ അവർ അയച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഈ കേരള ബാങ്കിൻ്റെ ഇടുക്കി ജില്ലാ ഹെഡ് ഓഫീസിൽ ഇന്നലെ പോയത്, പഞ്ചിക്കാവിലുള്ളത്. അവിടെ ചെന്ന് നമ്മുടെ ഇന്നത്തെ ജനറൽ മാനേജരെയും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രാറേയും ബാങ്കിൻ്റെ രജിസ്ട്രാറേയും കണ്ട് സംസാരിച്ചതിന് ഫലമായിട്ടാണ് ഈ 5,15 ലക്ഷം രൂപയായിട്ട് ചുരുക്കിയേക്കുന്നത് 29-ാം തീയതി. ഇത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഈ 9 ലക്ഷം രൂപയോടെ കിടക്കുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വീട് ലേലം ചെയ്യുകയാണ്. ജപ്തി ചെയ്ത സ്ഥലം ലേലം ചെയ്യാൻ പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് പൈസ ഇല്ല ഇപ്പം. പൈസ ഇല്ല, അല്ലാണ്ട് പിന്നെ അല്ലാതെ നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ എടുത്തതാണ്. അപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞതാ. അപ്പോൾ നമ്മളതിൻ്റെ അന്നൊരു
കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ സഭയിൽപ്പെട്ട ഒരാൾ ജോയിച്ചേട്ടനൊക്കെ നേരത്തെ മുതൽ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്നേരം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതൊക്കെ. അല്ലെങ്കിൽ കാണാത്ത രീതിയിലങ്ങ് പോയാൽ മതിയായിരുന്നു. കാണാത്ത രീതിയിലങ്ങ് പോയാൽ മതിയായിരുന്നു. മറ്റു പലരും ചെയ്യുന്ന പോലെ തന്നെ ആക്ഷൻ കൗൺസിൽ നോയൽ സാറും തായങ്കരിയും നമ്മളെല്ലാം കൂടെ ചേർന്ന് വിൻസെൻ്റൊക്കെ കൂടി ചേർന്നാ കേട്ടോ. അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് അടയ്ക്കാനും കഴിഞ്ഞേനെ. ഇപ്പം നമുക്ക് ആ ഫണ്ടിലേക്ക് ഒരു 1.5 ലക്ഷം രൂപയാണ് ആകെ വന്നിട്ടുള്ളൂ. 4 ലക്ഷം രൂപ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു വിധിയോടെ ഞാൻ വിളിച്ച് ചോദിച്ചു, നിന്റെ വശത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം നീ ചെയ്യേണ്ടതല്ലേ, നീയാണല്ലോ ഇതിൻ്റെ അവകാശി എന്ന് പറയുമ്പോൾ അവനും അതിനോട് വലിയ താല്പര്യമില്ലായ്മ പോലെയാണ് കാണുന്നത്. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ലേലം ചെയ്യണം, ലേലം ചെയ്തോട്ടെ എന്നുള്ള രീതിയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത് പുള്ളിക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ് കൊച്ചി പഠിക്കാൻ കൊടുക്കണം, അവൻ്റെ ചിലവ് നടക്കണം. അങ്ങനെ ആ പൈസ കിട്ടുന്ന ശമ്പളം തീർന്നു പോവാ. കൊച്ചിന്റെ ചെലവ് സർവ്വതും അവൻ വേണം വായിക്കാൻ. ഒരു പെൻസിൽ വായിക്കണമെങ്കിൽ അവൻ പൈസ ഇട്ട് കൊടുക്കണം, അല്ലാണ്ട് അവർ കൊടുക്കത്തില്ല. അവനവൻ്റെ കുടുംബം നോക്കിയിട്ട് പിന്നെ ബാലൻസ് ഇതിലേക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഈ കടവും തീർക്കണം. പുള്ളി സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ടതിൻ്റെ ചിലവുകളും കടങ്ങളൊക്കെ അതിൻ്റെ ഉണ്ട്, തീർന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ വീട്ടാനായിട്ട് അവനെ സംബന്ധിച്ച് നിർവാഹമില്ല. അവനിതൊക്കെ അറിയാവുന്നതാണ്. അപ്പം നിങ്ങളെന്നാലും ഇപ്പം എങ്ങനെയാണ് ഇപ്പം നിലവിൽ ഇപ്പം ജീവിത കാര്യങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ചിലവ് കണ്ടെത്തുന്നത്? ഇപ്പം ചിലവ് കണ്ടെത്തുന്ന വെച്ചാൽ ഇവിടെ ഈ പറമ്പിൽ ഇച്ചിരി കൊക്കോയും ഇപ്പം അത് തന്നെ ഇപ്പം കൊക്കോ തന്നെ അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ റേഷൻ അരി മേടിച്ച് അങ്ങനെ അരി മേടിക്കുന്നതുകൊണ്ട് പിന്നെ കറിവേക്കാളും മേടിച്ചാൽ മതി. അതെ. പിന്നെ ഈ ആശുപത്രിക്കായിട്ട് കേസ് കിട്ടണം, പിന്നെ മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ അതിനും പൈസ കണ്ടെത്തണം. അതിന് ഇപ്പം അവർ കാര്യം 1000 രൂപ വേണം. 5000 രൂപ ഒരു മാസത്തേക്ക് 5000 രൂപയാണ് മരുന്നിന്. നിങ്ങൾ രണ്ടുപേർക്കും കൂടിയിട്ടോ? എനിക്ക് തന്നെ അല്ല, ഈ ഇപ്പോഴും മറ്റേ അറ്റാക്കിനുള്ള മരുന്നിന് കഴിച്ചോണ്ടിരിക്കുക അല്ലേ? ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണോ? ഓപ്പറേഷൻ പറഞ്ഞിരുന്നതാണ്, പക്ഷേ പ്രായപരിധി കഴിഞ്ഞു പോയത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഗുളിക കഴിക്കുന്നതുകൊണ്ട് അത് പരിഹാരമായി പൊക്കോളും. കഴിക്കുന്നുണ്ട്, ഒരു വിധം ഇങ്ങനെ പിടിച്ചെന്ന് പോകുന്നു. അങ്ങനെ ഒരു മാസം 5000 രൂപയോളം പിന്നെ ഈ മരുന്നിന് തന്നെ ചിലവാകുന്നുണ്ട്. ഈ 5000 രൂപ എങ്ങനെ നടത്തി? കൊക്കോയും കുരുമുളകൊക്കെയാണോ? 5000 രൂപ മരുന്ന് വാങ്ങിക്കുന്നില്ലേ? പൈസ ഉണ്ടാകാത്തതുകൊണ്ട് അതിന്റെ ഈ ഹാർട്ടിന്റെ 2 സൈസ് 3 സൈസ് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കി മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. പെൻഷൻ ഉണ്ടോ രണ്ടുപേർക്കും? പെൻഷനുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ടോ ഇപ്പം? അതുകൊണ്ടൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഒരാൾക്ക് എത്ര 1300 രൂപ വെച്ചോ? 600 രൂപ വെച്ചോളോ? 1600 രൂപ വെച്ച് രണ്ടുപേരും ആ പെൻഷൻ കൊണ്ടാണ് മരുന്ന് വാങ്ങിച്ച് കഴിഞ്ഞു പോകുന്നു. തൊഴിലുറപ്പിനും പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കടം, ബാങ്കിൻ്റെ കടം നമുക്ക് നിത്യചെലവ് കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിന് ലോൺ അടയ്ക്കാനായിട്ട് സഹായിക്കണം. മറ്റുള്ളവരൊക്കെ സഹായിക്കണമെന്നൊരു താല്പര്യമില്ലേ? അവരോടൊക്കെ എന്നാ പറയാനുള്ളത്? എങ്ങനെയെങ്കിലും ഈ വലിയ കടത്തിൽ നിന്ന് രക്ഷിക്കുക. മറ്റുള്ളവരോട് സഹായിക്കാൻ പറയുന്നു മോശമല്ലേ? അല്ല, സഹായിക്കാൻ ഇല്ലെങ്കിൽ ഭൂമി പോകും, വീട് പോകും. അതാണ് നമ്മൾ ഈ ദൂർത്തടിച്ച് കളഞ്ഞത് കൊണ്ട് അവരെ സഹായിക്കണമെന്നല്ലേ പറയുന്നത്. അങ്ങനെയല്ലേ പറയുന്നത്. അതാണ് നിങ്ങളെ ഈ 4,80,000 രൂപ എടുത്തപ്പം 10 പൈസ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഒരു അനാസ്ഥ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇവരും വിചാരിച്ച് കാണും, എഴുതി തള്ളും, അങ്ങനെയൊക്കെ വിചാരിച്ച് കാണും. അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായി. അതാ ഉണ്ടായി. നമ്മുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ തന്നെയാണത്. പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പം ബാങ്കിന്റെ മാനേജർ പറഞ്ഞത് ആ സ്ഥലം നിങ്ങൾക്ക് ഇത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ടെങ്കിലും നിങ്ങൾക്ക് അത് അടയ്ക്കാമായിരുന്നു എന്നാണ് ബാങ്കിന്റെ മാനേജർ പറഞ്ഞത്. പൈസ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ സ്ഥലം എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ പൈസ എടുത്തു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ നമ്മൾ ഇന്ന് ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നൊരു സ്ത്രീ പറഞ്ഞില്ലേ, ഇത് മേടിക്കാൻ വേണ്ടി ഒരാൾ ബാങ്കിൽ വന്നായിരുന്നു പറഞ്ഞല്ലോ. പണിയാൻ വന്നൊരു വിളിയാണ്. അതായത് നമ്മൾ വിൽക്കുകയാന്ന് വെച്ചോ, വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഞങ്ങളൊരു 12 കൊടുക്കും. 12 രൂപയ്ക്ക് കൊടുക്കും. 12 രൂപയ്ക്ക് കൊടുക്കും 60 സെന്റ് സ്ഥലം അല്ലേ? അപ്പൊ ഇതിന് ബാങ്കിൽ കേട്ടോ സാറേ, ഒരു 5-5,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ കാണുമായിരിക്കും. ഒരു 10 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ കണ്ടു. 5-5.25 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 12 രൂപ കൊടുത്താലും ബാക്കി 7 രൂപ അവളെ കയ്യിലുണ്ടല്ലോ. 7-5-12. അതുകൊണ്ട് 5 സെന്റോ 10 സെന്റ് സ്ഥലം മേടിച്ച് ഇവർക്ക് ജീവിക്കാം.
ഇത് പൈസ മൊത്തം അടയ്ക്കാനുള്ള പൈസ ഇപ്പം നിങ്ങളുടെ കൈവശം ഇല്ല, ഉണ്ടാക്കാനും പറ്റിയല്ല. ഉണ്ടാക്കാനും പറ്റുന്നില്ല. ആരെങ്കിലും ഒക്കെ സഹായിച്ചാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലേ? കാരണം ബാക്കി നമ്മുടെ ആളുകളൊക്കെ ഇതിനകത്ത് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇപ്പം നിലവിൽ റേഷൻ കൗൺസിൽ വരെ രൂപീകരിച്ചിട്ടുണ്ട്. അത് രൂപീകരിച്ചുകൊണ്ടാണല്ലോ ഇപ്പം 1 സംതിങ് രൂപ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതലായിട്ട് ഒരു 3-4 രൂപയും കൂടെ വന്നെങ്കിലേ നമുക്കിത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ബാങ്കിനൊരു ടൈം തന്നിട്ടുണ്ട്, 1 മാസം കൂടെ കണ്ട അവധിയുള്ളൂ. ഈ 29 തീയതി. അപ്പൊ ഈ 29-ാം തീയതി അടച്ചാൽ 5.25 ലക്ഷം രൂപ അടച്ചാൽ മതി. അതല്ലെങ്കിലോ ബാധ്യത 9 ലക്ഷം രൂപ അങ്ങനെ കിടക്കാണ്. പിന്നീട് നമ്മൾ പോയാൽ ആ പൈസ അടയ്ക്കേണ്ടി വരും കേട്ടോ. ഈ മാസം കഴിഞ്ഞ് പോയാൽ ഈ 9 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും, ഇരട്ടി പൈസ അടക്കേണ്ടി വരും. അതാണ് ഒരു സ്പെഷ്യൽ സ്കീമിന്റെ ഭാഗമായിട്ടാണത്. അപ്പോൾ ഇത് സഹായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ ലഭിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 500 രൂപ 200 രൂപ 1000 രൂപയ്ക്കാണ് ഓരോരുത്തർ അയച്ചു തരുന്നത്. അതുകൊണ്ട് ഈ 29-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനവും ആകുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ 1-2 പേര് മുന്നോട്ട് വരികയാണെങ്കിൽ